സനോജ്, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംഘപരിവാർ ആരോപണം ഉന്നയിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചു എന്നാണ് CPM പറയാറുള്ളത്. അതിനെതിരെ സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും വിമർശനം ഉണ്ടാകാറുള്ളതാണ്. അതാണ് അദ്ദേഹം കേരള സ്റ്റോറിയുടെ കാര്യവും ഇവിടെ പറഞ്ഞത്. അത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് ആയിരുന്നില്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഉള്ളതായിരുന്നുവെന്ന്. പക്ഷേ ആ സമയത്ത് നിലപാടെടുത്ത CPM എന്തായിരുന്നു പറഞ്ഞത്? ഇത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതാണെന്നാണ്. പക്ഷേ ഇപ്പോൾ വിജയരാഘവൻ ഇങ്ങനെ കാര്യം വ്യക്തമാക്കാതെ തന്നെ മുസ്ലിം വർഗീയ ചേരി തോൽപ്പിച്ചു, ഞങ്ങളെ പ്രിയങ്കയെയും രാഹുലിനെയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇവരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ തിരിച്ച് അവിടെ നിന്നും മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു എന്നുള്ള വിമർശനം വരും. അല്ല, ഇപ്പൊ RSS നേതാവ് ഇപ്പൊ ലവ് ജിഹാദിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ലവ് ജിഹാദ് ഒരു നിർമ്മിത കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. RSS നിരന്തരമായി ഉന്നയിച്ച കണക്കുകൾ മുഴുവൻ അവരുടെ പാർലമെന്റിൽ നടത്തിയ ചോദ്യത്തിന് ഉത്തരമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ അന്വേഷണ സംവിധാനത്തിന്റെ ഒരു കാര്യത്തെ ഒരു സമുദായത്തെ മര്യാദ കാണിക്കൂ, എങ്ങനെ നിങ്ങളും പറയില്ല. മര്യാദ കാണിക്കൂ. നിങ്ങൾ പറയുന്നതെല്ലാം അനുകൂലമായതുകൊണ്ട് നിങ്ങളിപ്പോ ഇടപെടണ്ട. അതായത് അല്ല, നിങ്ങൾ RSSന്റെ കണക്കാണെന്ന് പറഞ്ഞത് RSS പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടൽ തന്നെ ചെയ്യും സനോജെ. RSSന്റെ കണക്ക് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നു, അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് വൈദികരാണ്, വൈദിക ശ്രേഷ്ഠന്മാരാണ്. പാലാ ബിഷപ്പാണ് പറഞ്ഞത്. അവിടേക്കാണ് നിങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയ CPIയെ നിങ്ങൾ അന്ന് തലോടി വിട്ടത്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് RSS ആണ് പറഞ്ഞത്. 100 തവണ പറയും. ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു. നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ. ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ SDPIയെ തലോടി വിട്ടവരാണ് പറയുന്ന ഒരു ആരോപണം ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആ ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇപ്പോഴും നിങ്ങൾ ഈ ചർച്ചയുടെ അവസരത്തിലും ശ്രമിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആ കാര്യത്തിൽ അധികം കിടക്കുന്നില്ല. അതൊക്കെ ഇവിടെ പൊളിഞ്ഞുപോയ കള്ളമാണ്. നിങ്ങൾ ആവർത്തിച്ചോളൂ. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്ന കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ഞങ്ങൾ പൊരുതുന്നില്ല എന്നാണ് ഇപ്പൊ RSSന്റെ വക്താവ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായി ഞങ്ങൾ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോ പല ആളുകൾക്കും ഹാലിളകി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായ നിലപാട് എല്ലാ ഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് തിക്തഫലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ നിരവധി സഖാക്കളെ ഈ SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്ര ഗ്രൂപ്പുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടുണ്ട് എന്ന് പറയാൻ, അത് വിശദീകരിക്കാൻ RSSന്റെ വക്താവിന്റെ ഒരു സീറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായ നിലപാടെടുത്തവരാണ്. ഞങ്ങൾ RSSന്റെ സംഘപരിവാറിന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തവരാണ്. ആ രണ്ട് ശക്തികളെയും ശക്തിയുക്തം എല്ലാ ഘട്ടത്തിലും എതിർത്തു. അത് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ആ എതിർപ്പ് ഇപ്പോഴും രേഖപ്പെടുത്തും. ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ് വക്താവ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഉരുണ്ട് കളിച്ചല്ലോ. അദ്ദേഹം ആദ്യം വലിയ വെല്ലുവിളി നടത്തിയിട്ട് പറഞ്ഞു, ഇതാ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവാ കൊടുത്തത്. SDPയുടെ പ്രകടനത്തിന്റെ ഫോട്ടോ വീഡിയോ കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയതിന്റെ വീഡിയോ കൊടുത്തു. SDPക്കാർ പള്ളിയിൽ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന, സന്തോഷത്തോടുകൂടി സെൽഫി എടുക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോഴൊന്നും മിണ്ടാനില്ല. അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു, SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, നിങ്ങളുടെ മഞ്ജുഷന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല മാധ്യമപ്രവർത്തകരും നേരിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ച് ചോദിച്ചിരുന്നു. ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്നും ആളുകളങ്ങ് മറന്നുപോയിട്ടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, SDPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മാത്രമല്ല, അവരുടെ വർഗീയ ആശയത്തെയും ഇവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് അപകടകരമായ ഒരു പോക്കാണ്. അതിനെയാണ് ഞങ്ങളുടെ പാർട്ടി തുറന്നെതിർക്കുന്നത്. ആ എതിർപ്പ് ഇപ്പോഴും ഉണ്ടാവും.
പിന്നെ ഒരു കാര്യം കൂടി കെ സോമൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് സനോജ്, ലീഗിനെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ മുസ്ലിം വർഗീയ ചേരിതിരിവാണ്, അല്ലല്ല മുസ്ലിം വർഗീയ ചേരിയാണ് വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം UDF നൽകിയത് എന്ന് പറഞ്ഞതിൽ ലീഗിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതിനൊരു ക്ലാരിറ്റി വേണം. ലീഗിന്റെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെടുന്നു. ലീഗിനെ ആശയപരമായി നയിക്കുന്നത് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയങ്ങളാണ്. ലീഗ് മതനിരപേക്ഷ രാഷ്ട്രീയം കൈവെടിയുന്നു. ആ ഒരു വിമർശനമാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു വിമർശനം മുന്നോട്ട് വെച്ചപ്പോഴാണ് പാണക്കാട് തങ്ങൾക്കെതിരായി പറഞ്ഞിരിക്കുന്നു, മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് ഇറങ്ങണം, മുഖ്യമന്ത്രിക്കെതിരായി ഇറങ്ങണം എന്നൊക്കെ ലീഗ് പറഞ്ഞത് ഞങ്ങൾ വിമർശിക്കാത്തതുകൊണ്ടാണോ? ഞങ്ങൾ പാണക്കാട് തങ്ങൾ, അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്കുള്ള രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹത്തോട് പങ്കുവെച്ചത്, സമൂഹത്തിൽ പങ്കുവെച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തുറന്ന് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു ഘട്ടത്തിലും മടി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ BJP പറയുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? അല്ല ഈ മുസ്ലിം വർഗീയ ചേരി അല്ലല്ല BJP ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും CPM ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും തമ്മിലുള്ള വ്യത്യാസം കൂടി പറയൂ. അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് മുന്നിൽ പേടിച്ചു പോയിട്ട് നിലപാട് അല്ല അത് ശരിയാണ് CPM അങ്ങനെ പേടിക്കുകയൊന്നുമില്ല. പക്ഷേ അല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി നയസമീപനങ്ങളിലും അടവ് നയത്തിലും മാറ്റം വരുത്തും. സനോജ് ഒരു കാര്യം കൂടി, ഇതിൽ ഈ BJP ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും CPM ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിലായില്ല. അല്ല വിജയരാഘവൻ പറഞ്ഞത് മുസ്ലിം വർഗീയ ചേരി എന്നാണല്ലോ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. അതാണ് വയനാട്ടിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ഇത്ര വലിയ ലീഡ് ഉണ്ടാക്കി കൊടുത്തതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ BJP തന്നെയാണ് പറയുന്നത് ആ ഒരു ചേരിയാണ് ഈ വിജയത്തിന് കാരണമെന്ന്. വടക്കേ ഇന്ത്യയിൽ അവർ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് തന്നെയാണോ ഉദ്ദേശിച്ചത് CPM എന്നാണ്? മഞ്ജുഷേ, ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ മഞ്ജുഷ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ആ പ്രചരണത്തെ തുറന്നു കാണിക്കുന്ന പ്രസംഗങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഈ കാലത്തുണ്ടാവുക. അതിനിപ്പോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വർത്തമാനകാല പ്രശ്നങ്ങളാണല്ലോ വിശദീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയരാഘവൻ സഖാവ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മതപരമായ ധ്രുവീകരണം, ഈ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വിശദമായി അതിന്റെ അനുബന്ധമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്തിനാണ് CPMനെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയെ ചിത്രീകരിക്കാൻ ആവശ്യമായ കാര്യത്തിലേക്ക് ഇത്തരം ചർച്ചകൾ കൊണ്ടുപോകുന്നത്? ആ ചർച്ചകൾ ആവശ്യമാണ്. ആർക്ക്? കോൺഗ്രസിന് ആവശ്യമാണ്. കാരണം അവർക്ക് ലക്ഷ്യം 2026 തെരഞ്ഞെടുപ്പാണ്. ആ 2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടിൽ ഏകീകരണം ഉണ്ടാക്കണം. ഇതാ CPIM മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞിരിക്കുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കണം. അങ്ങനെ അത്തരം വോട്ടുകൾ സമാഹരിച്ചിട്ട് ഇവർക്ക് ഭരണം നിലനിർത്തണം, ഭരണം കിട്ടുമോ നോക്കണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വലിയ വില കൽപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.